വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. Xylem ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പൊ കേരള പാഠാവലിയുടെ പരീക്ഷയാണ് മുന്നിലുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നോക്കി നടക്കുന്നത് പരീക്ഷാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആണ് അല്ലെ. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ഒരു മുൻവർഷ പരീക്ഷാ ചോദ്യവുമായിട്ടാണ്. അപ്പൊ ഏതാണെന്ന് നോക്കാം. അതിനു മുൻപ് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് മക്കൾ കാണണം കേട്ടോ. നോക്കിയേ, ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ എഴുതണം? കഥാപാത്ര നിരൂപണം. ഒരു പരീക്ഷയിലും ഒഴിവാക്കാൻ സാധ്യതയില്ലാത്ത ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. നമുക്ക് നോക്കാം ആരുടെ കഥാപാത്ര നിരൂപണമാണ് ഈ പരീക്ഷയിൽ വന്നത്. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ക്രോപ്പ് ചെയ്ത് വെക്കാതെ ടീച്ചർ ഇതൊരു എഴുതിയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സാവധാനത്തിലുള്ള ചലനവും മൃദുവായ സംസാരവും ഒക്കെ കൂടി അയാൾക്കൊരു വിഷാദവാന്റെ മട്ടുണ്ടായിരുന്നു. കുട്ടികളെ എക്കാലത്തും അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് ഹാമനിലെ കുഴലൂത്തുകാരൻ. രൂപം, സ്വഭാവം, കഥയിലെ സ്ഥാനം, മറ്റ് സവിശേഷതകൾ എന്നിവ ഉൾപ്പെടുത്തി കുഴലൂത്തുകാരന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കുഴലൂത്തുകാരന്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇത് നോക്കൂ, എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്ന് നിങ്ങൾക്കറിയാലോ അല്ലെ. കഥാപാത്ര നിരൂപണത്തിന് ആ കഥാപാത്രത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നോക്കൂ. വൈസർ നദിയുടെ തീരത്തുള്ള മനോജ്ഞമായ ഒരു പട്ടണമായിരുന്നു ഹാമലിൻ. ശുദ്ധവായു, തെളിനീർ, ഫലഭൂയിഷ്ടമായ മണ്ണ്, അധ്വാനികൾ, പ്രദേശവാസികൾ അല്ലെ, അധ്വാനികളായ പ്രദേശവാസികൾ, എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരു സ്ഥലം. പക്ഷേ ഇന്ന് അവിടെ എലികളാണുള്ളത്. എലികളെ തുരത്താൻ വിചിത്ര വേഷധാരിയായ ഒരാൾ മേയറുടെ സമക്ഷത്തിൽ ഹാജരായി. മേയറുടെ സമക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ മേയറുടെ അടുത്ത് ഹാജരായി. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതി എന്നായിരുന്നു പറയുന്നത്. കുപ്പായത്തിനൊരു പാതി മഞ്ഞ, മറുപാതി ചുവപ്പ് മഞ്ഞയും ചുവപ്പും വരകളുമുള്ള ഒരു നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു. പിന്നെയോ കൂടാതെ കട്ടിയുള്ള ഒരു ചരടും അതിന്റെ അറ്റത്ത് ഒരു കുഴൽവാദ്യം തൂങ്ങിക്കിടക്കുന്നു അല്ലെ. ഇതായിരുന്നു കുഴലൂത്തുകാരന്റെ വേഷം. കുഴലൂത്തുകാരന് കഥയിൽ പ്രധാന പങ്കാണുള്ളത് അല്ലെ. ഈ കഥയിൽ പ്രധാന പങ്കാണുള്ളത്. പണം മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന് സഹജീവികളോട് സ്നേഹമോ കരുണയോ ദയയോ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതയും നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. സ്വഭാവം എന്താണ്? ദയയും കരുണയും ഒന്നുമില്ലാത്ത സ്വഭാവമാണ് അദ്ദേഹത്തിന്. അതുപോലെ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം അല്ലെ, വസ്ത്രധാരണവും കൂടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ആരായിട്ടാണ് അദ്ദേഹം വരുന്നത് എന്നല്ലേ. അദ്ദേഹം വരുന്നത് എലികളെ തുരത്താൻ വിചിത്ര വേഷധാരിയായ ഒരാള് മേയറുടെ അടുത്ത് എത്തുന്നതായിട്ടാണ് നമ്മൾ ഈ കഥയിൽ അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ അതും കൂടി എഴുതിയപ്പോ കഥാപാത്ര നിരൂപണം എന്തായി? പൂർണ്ണമായി. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതേണ്ടത്. അപ്പൊ കഥാപാത്ര നിരൂപണം എല്ലാവരും എഴുതില്ലേ കുഴലൂത്തുകാരന്റെ? അപ്പൊ മറ്റൊരു ചോദ്യവുമായിട്ട് കാണാം. അതുപോലെ പരീക്ഷയിൽ അടിപൊളിയായിട്ട് എഴുതാം. അപ്പൊ ബൈ.